ലോക ചരിത്രത്തിൽ മനുഷ്യരെ ശിക്ഷിക്കുന്നതിനും കൊല്ലുന്നതിനു വേണ്ടി പലതരം വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം വെറും ജീവനെടുക്കുക എന്നതിലുപരി ആ പ്രക്രിയ വളരെ വേദനാജനകമാക്കുക എന്നതായിരുന്നു. മരണവേദനയേക്കാൾ ഭീകരമായിരുന്നു പല പീഡനമുറകളും. അത്തരത്തിൽ മധ്യകാലഘട്ടത്തിലും മറ്റും നിലനിന്നിരുന്ന, കേൾക്കുമ്പോൾ തന്നെ ഭയമുണ്ടാക്കുന്ന ചില ശിക്ഷാരീതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. റാറ്റ് ടോർച്ചർ. പുരാതന റോമക്കാർ ആളുകളെ പീഡിപ്പിക്കാൻ വേണ്ടി എലികളെ ഉപയോഗിച്ചിരുന്നു. ഇതിനായി ഇരയെ മലർത്തി കടത്തി കൈകളും കാലുകളും കെട്ടിയിടും. ശേഷം വലുതും വളരെ അക്രമകാരികളുമായ എലികളെ നിറച്ച ഒരു കൂട് അവരുടെ വയറ്റിൽ വെക്കും. തുടർന്ന് ഈ കൂട് കത്തുന്ന കനലോ തീയോ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ എലികൾക്ക് അസ്വസ്ഥത കൂടുകയും അവ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യും. പുറത്തേക്ക് പോകാൻ വഴി തേടുന്ന എലികൾ ഇരയുടെ തൊലി തുരന്ന് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. എലികൾ ജീവനോടെ സ്വന്തം മാംസം തിന്നുമ്പോൾ ആ വ്യക്തി വേദന കൊണ്ട് നിലവിളിക്കും. ഇതുകൂടാതെ എരിയുന്ന കനൽ എലി തുറന്ന മുറിവിലേക്ക് വെക്കാറുമുണ്ട്. അത് വേദനയുടെ കാഠിന്യം കൂട്ടും. ഇനി ഇതിനെല്ലാം പുറമെ ചില സമയങ്ങളിൽ എലി കൂട് ഇരയുടെ മുഖത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇരയെ എലികൾ നിറച്ച ഒരു മുറിയിൽ അടച്ചിടുകയോ ചെയ്യും. അവിടെ ആ എലികൾ ഇരയെ ആക്രമിക്കുകയാണ് ചെയ്യുക. ലീഡ് സ്പ്രിംഗ്ലർ. മധ്യകാലത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നവർ ആളുകളെ പീഡിപ്പിക്കാൻ ലീഡ് സ്പ്രിംഗ്ലേഴ്സ് ഉപയോഗിച്ചിരുന്നു. ഉരുകിയ ലഡോ അല്ലെങ്കിൽ ആസിഡോ ലീഡ് സ്പ്രിംഗ്ലേഴ്സ് ഒഴിച്ച് ഇരയുടെ ശരീരത്തിൽ വിതറും. അത് വീഴുന്നിടത്തെല്ലാം ശരീരം മാരകമായി പൊള്ളുകയാണ് ചെയ്യുക. ഇത് കൂടുതൽ വേദനാജനകമാക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ ഉരുകിയ ലഡ് ആളുകളുടെ കണ്ണിലേക്ക് നേരിട്ട് ഒടുക്കുകയുമായിരുന്നു. ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൂന്നാമതായി കൊളംബിയൻ നെക്ടൈ. 1950കളിൽ മയക്കുമരുന്ന് കച്ചവടക്കാരെ കൊളംബിയൻ നെക്ടൈ പോലുള്ള വിദ്യകൾ ഉപയോഗിച്ച് പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. ഇതിനായി ഇരയെ ആദ്യം അനങ്ങാൻ കഴിയാത്ത വിധം കെട്ടിയിട്ടിരുന്നു. അതിനുശേഷം കഴുത്തിൽ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കി അവരുടെ നാവ് അതിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കും. ഇത് കാരണം അമിതമായി രക്തം നഷ്ടപ്പെടുകയും ആഴത്തിലുള്ള മുറിവുകൾ കാരണം ഇര മരിക്കുകയും ചെയ്യും. ഈ വിദ്യ ആളുകളിൽ ഭീതി പരത്താൻ ഉപയോഗിച്ചു. ദീർഘനേരം പീഡിപ്പിച്ച് ഇരയെ കൊല്ലാൻ വധശിക്ഷ നടപ്പാക്കുന്നവർ ഈ രീതി ഉപയോഗിച്ചിരുന്നു. മൂന്നാമതായി ഒബ്ലൈറ്റ്, ഒറ്റമുറി തടവറ. മധ്യകാലഘട്ടത്തിൽ ഭൂഗർഭ തടവറകൾ കോട്ടയോട് ചേർന്നായി ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള അറകൾ വളരെ ഇടുങ്ങിയതും ആഴമുള്ളതുമായിരുന്നു. ശിക്ഷ വിധിക്കപ്പെട്ടവരെ അതിലേക്ക് എറിയുകയും മുകളിൽ നിന്ന് വാതിൽ അടക്കുകയുമാണ് ചെയ്തിരുന്നത്. ഈ അറകൾ വളരെ ഇടുങ്ങിയതും ചെറുതുമായിരുന്നു. ഒരു വ്യക്തിക്ക് അതിൽ കിടക്കാനോ ഇരിക്കാനോ കഴിയുമായിരുന്നില്ല. ചിലപ്പോൾ ഈ പീഡനം കൂടുതൽ ക്രൂരമാക്കാൻ വേണ്ടി തറയിൽ ആണുകൾ അടിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇരകൾ ദിവസങ്ങളോളവും ആഴ്ചകളോളവും അതിൽ നിന്നുകൊണ്ട് പതുക്കെ വിശപ്പും ദാഹവും പേശികളുടെ വേദനയും കാരണം മരണപ്പെടുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. നാലാമതായി ഹെററ്റിക്സ് ഫോക്ക്. മധ്യകാലഘട്ടത്തിൽ സ്വന്തം മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തെക്കുറിച്ച് പ്രസംഗിച്ച ആളുകൾക്ക് നൽകിയ ശിക്ഷയായിരുന്നു ഇത്. ഈ പീഡനത്തിൽ മൂർച്ചയുള്ള ഹെററ്റിക്സ് ഫോക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഇരുവശത്തും മൂർച്ചയുള്ള മുനകൾ ഉണ്ടായിരുന്നു. ഒരു വശം ഇരയുടെ താടിക്ക് താഴെയും മറുവശം നെഞ്ചിലെ എല്ലിന് മുകളിലുമായിരുന്നു വെച്ചിരുന്നത്. സ്വയം രക്ഷിക്കാൻ ഇര തല മുകളിലേക്ക് ഉയർത്തി വെക്കേണ്ടി വരും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ കഴുത്തിൽ കഠിനമായ വേദന കാരണം അവർ തല താഴ്ത്തും. അപ്പോൾ ആ മുള്ളുകൾ ഇരയുടെ കഴുത്തിലെ മൃദുവായ സ്ഥലങ്ങളിലേക്ക് തുളച്ചു കയറും. ഇത് കാരണം ഇരയുടെ രക്തം ക്രമേണ നഷ്ടപ്പെട്ടു തുടങ്ങും. തുടർച്ചയായി വേദന അനുഭവിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് കൂടുതൽ ആളുകളും മരിച്ചിരുന്നില്ല. പക്ഷെ അവർക്ക് ദിവസങ്ങളോളം ഈ നിലയിൽ തന്നെ നിൽക്കേണ്ടി വരുമായിരുന്നു. ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ ഒടുവിൽ അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണ് ചെയ്തിരുന്നത്. അടുത്തതായി റണ്ണിംഗ് ദ ഗാൻലെറ്റ്. 19ാം നൂറ്റാണ്ടിൽ റഷ്യ സാമ്രാജ്യത്തിൽ കുറ്റക്കാരായ സൈനികർക്ക് വളരെ കഠിനമായ ശിക്ഷ നൽകിയിരുന്നു. അതിനായി ഒരു റോഡിന്റെ ഇരുവശത്തും അവരുടെ സഹപ്രവർത്തകരായ സൈനികർ വരി വരിയായി നിൽക്കും. എല്ലാവരുടെയും കൈകളിൽ കുന്തങ്ങളോ ചാട്ടവാറുകളോ ഉണ്ടാകും. ശേഷം ഇരയുടെ കഴുത്തുമുതൽ അരവരെയുള്ള വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റും. അതിനുശേഷം ഇര ഈ ഇരട്ട വരിയിലൂടെ നടക്കണം. അയാൾ കടന്നു പോകുമ്പോൾ ഇരുവശത്തും നിൽക്കുന്ന സഹപ്രവർത്തകർ ഓരോരുത്തരായി അയാളെ ചാട്ടവയർ കൊണ്ടടിക്കും. ഇരയ്ക്ക് എത്ര അടി കിട്ടണമെന്നത് അയാളുടെ കുറ്റത്തെ ആശ്രയിച്ചിരിക്കും. ഒരു ഇരയെ കൊല്ലാനാണെങ്കിൽ പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് അയാളെ ഈ വരിയിലൂടെ വീണ്ടും വീണ്ടും കടത്തിവിടും. അമിതമായ അടി കാരണം അയാൾ നിലത്ത് വീഴുമ്പോൾ അയാളെ എടുത്ത് ഒരു മഞ്ഞുവണ്ടിയിൽ വെച്ച് വീണ്ടും ഈ വരിയിലൂടെ കടത്തിവിടും. അയാൾ മരിക്കുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. അടുത്തതാണ് ഫ്ലൈയിങ്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴയ പീഡനമുറകളിൽ ഒന്നാണ് ഫ്ലൈയിങ്. ഈ പീഡന രീതി
BC 800കളിൽ അസീയക്കാർ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് പടിഞ്ഞാറൻ ഏഷ്യയിൽ കാണപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു അസീറിയക്കാർ. അവർ ഇന്നത്തെ ഇറാഖ്, ഇറാൻ, തുർക്കി, സിറിയ എന്നിവിടങ്ങളിലാണ് താമസിച്ചിരുന്നത്. അന്ന് അവർ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഇരയുടെ കാലിന്റെയും ഇടുപ്പിന്റെയും ഭാഗം മുറിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് അവരുടെ തൊലി ശരീരത്തിൽ നിന്ന് കഷ്ണങ്ങളാക്കി നീക്കം ചെയ്യും. അത് എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും. അങ്ങനെ തൊലി നീക്കം ചെയ്ത ശേഷം ഇരയെ ഒരു കൊളുത്തിന്റെ സഹായത്തോടെ തൂക്കിയിടും. മിക്ക കേസുകളിലും രക്തം നഷ്ടപ്പെട്ടും വേദന മൂലവും ഇര ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിക്കുകയാണ് ചെയ്യുക. അടുത്തതാണ് റാക്ക് ടോർച്ചർ. മധ്യകാലഘട്ടത്തിൽ ആളുകളെ പീഡിപ്പിക്കാൻ റാക്കുകൾ ഉപയോഗിച്ചിരുന്നു. റാക്ക് എന്നത് ഒരു തടി കൊണ്ടുണ്ടാക്കിയ പീഡനോപകരണമായിരുന്നു. അതിന് ഇരുവശത്തും റോളറുകൾ ഉണ്ടായിരുന്നു. ഇരയെ അതിൽ കിടത്തി കൈകളും കാലുകളും റോളറുകളുടെ കയറുകൊണ്ട് കെട്ടിയിടും. അതിനുശേഷം റോളറുകൾ കറക്കും. ഇരുവശത്തു നിന്നും വലിക്കുന്നത് കൊണ്ടുതന്നെ ഇയാളുടെ പേശികളും സന്ധികളും വലിഞ്ഞു മുറുകും. ഇത് കാരണം ഇര വേദന കൊണ്ട് നിലവിളിക്കുമായിരുന്നു. ഇരയുടെ പേശികൾ അങ്ങേയറ്റം വലിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് പൂർവ്വസ്ഥിതിയിൽ ആകാൻ കഴിയുമായിരുന്നില്ലത്രേ. ചിലപ്പോൾ അവരുടെ സന്ധികൾ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുമായിരുന്നു. അതിനുശേഷം വധശിക്ഷ നടപ്പാക്കുന്നവർ അവരുടെ പുറത്ത് തീ വെക്കുകയോ നഖങ്ങൾ പിഴുതെടുക്കുകയോ ആണ് ചെയ്യാറുള്ളത്. അടുത്ത പീഡന രീതിയാണ് നെക്ലേസിംഗ് ടോർച്ചർ. 1980കളിൽ ദക്ഷിണാഫ്രിക്കയിൽ കുറ്റവാളികളെയും അനധികൃത കുടിയേറ്റക്കാരെയും കൊല്ലാൻ ഈ വിദ്യ ഉപയോഗിച്ചിരുന്നു. ഇരയെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിർത്തി അവരുടെ കൈകൾ പുറകിൽ കെട്ടി കഴുത്തിനു ചുറ്റും ഒരു വലിയ ടയർ വെക്കും. അതിനുശേഷം അതിൽ പെട്രോൾ ഒഴിച്ച് തീയിടും. ടയർ കത്തുമ്പോൾ ഉരുകിയ ടയർ അവരുടെ ശരീരവും കത്തിക്കും. 20 മിനിറ്റിനുള്ളിൽ വേദനയോടെ നിലവിളിച്ച് അവർ വെന്തു മരിക്കുകയാണ് ചെയ്യുക. അടുത്ത രീതിയാണ് ജുഡാസ് ഗ്രാഡൽ. ഈ വിദ്യയിൽ ഇരയെ ഒരു പിരമിഡ് ആകൃതിയിലുള്ള സീറ്റിൽ ഇരുത്തുകയാണ് ചെയ്യുക. പക്ഷെ അതിന്റെ മുകൾ ഭാഗം വളരെ കൂർത്തതായിരിക്കും. ശേഷം ഇരയെ അതിൽ വെച്ച് കയറുകളുടെ സഹായത്തോടെ വലിക്കും. സീറ്റ് അവരുടെ ശരീരത്തെ കീറുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. പല ആളുകളെയും ഈ യൂദാസിന്റെ തൊട്ടിൽ ഉപയോഗിച്ച് ശിക്ഷിച്ചിരുന്നു. പക്ഷെ അത് ഒരിക്കലും വൃത്തിയാക്കിയിരുന്നില്ല. അതിനാൽ തന്നെ ഒരു ഇര ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും ദിവസങ്ങൾക്കുള്ളിൽ അണുബാധ കാരണം അവർ മരണപ്പെടുകയാണ് ചെയ്തിരുന്നത്. അടുത്ത ഒരു ശിക്ഷാരീതിയാണ് സ്പാനിഷ് ഡോങ്കി. സ്പെയിൻകാർ മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഉപയോഗിച്ച ഒരു ശിക്ഷാരീതി. ഇത് മരം കൊണ്ടുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു ഉപകരണമായിരുന്നു. അതിന്റെ അരിക്കുകൾ വളരെ മൂർച്ചയുള്ളതുമായിരുന്നു. ഈ ഉപകരണത്തിന് 4 കാലുകളും ഉണ്ടായിരുന്നു. ഒരു കുതിര പുറത്തിരിക്കുന്നതും എന്നിട്ട് അവരുടെ ഇരുകാലുകളിലും വലിയ ഇത് കാരണം ഇരയ്ക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാകും. ഈ അവസ്ഥയിൽ ഇരയെ ആ പ്രദേശത്തു കൂടി മുഴുവൻ വലിച്ചിഴക്കുകയും ചെയ്യും. ചിലപ്പോൾ അമിതഭാരം കാരണം സ്പാനിഷ് കഴുത ഇരയെ 2ആയി പിളർത്തുകയും ചെയ്തേക്കാം. അടുത്ത പീഡന രീതിയാണ് ഹെഡ് ക്രഷർ. കുറ്റവാളികളെ കൊല്ലാൻ സ്പെയിനുകാർ ഉപയോഗിച്ചിരുന്ന ഒരു പീഡനോപകരണമായിരുന്നു തലയുടെ മുകളിൽ ഒരു മെറ്റൽ ഗ്യാപ്പ് വെക്കും. തിരിക്കാൻ ആരംഭിക്കും. ഇത് കാരണം ഇരയുടെ തല മെറ്റൽ ഗ്യാപ്പിനും ഞെങ്ങാൻ തുടങ്ങും. ആദ്യം ഇരയുടെ പല്ലുകൾ പൊട്ടും. അവയുടെ കുടികളിൽ നിന്ന് പുറത്തു വരും. ഒടുവിൽ മർദ്ദം കാരണം ഇരയുടെ തലച്ചോറ് വരെ ചതഞ്ഞു പോകും. അതിനുശേഷം അയാൾ മരണപ്പെടുകയാണ് ചെയ്യുക. അടുത്ത ശിക്ഷാരീതിയാണ് തമ്പ് സ്ക്രൂ ടോർച്ചർ. യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനായി ഉപയോഗിച്ചിരുന്ന ഒരു പീഡനോപകരണമാണ് തമ്പ് സ്ക്രൂ. ഇതിനിടയിൽ 2 ഞെരുക്കുന്ന ബാറുകൾ ഉണ്ടായിരുന്നു. ഇരയുടെ തള്ളവിരലുകളോ അല്ലെങ്കിൽ മറ്റു വിരലുകളോ ഇതിന്റെ നടുവിൽ വെക്കും. എന്നിട്ട് മുകളിലെ ഒരു ഹാൻഡിൽ പതുക്കെ തിരിക്കും. ഇത് കാരണം 2 ബാറുകളും ഒരുമിച്ച് വന്ന് ഇരയുടെ വിരലുകൾ അവയ്ക്കിടയിൽ ഞെങ്ങും. ഈ വേദനാജനകമായ ശിക്ഷ ആളുകൾക്ക് നൽകിയിരുന്നത് അവരുടെ കുറ്റം ഏറ്റുപറയിക്കാൻ വേണ്ടിയായിരുന്നു. അടുത്ത ശിക്ഷാരീതിയാണ് ചെയർ ടോർച്ചർ. മധ്യകാലം മുതൽ 1800കൾ വരെയുള്ള യൂറോപ്പിലെ ജയിലുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പീഡനോപകരണമായിരുന്നു ഇത്. ഈ കസേരയുടെ ഉപരിതലത്തിൽ 500 മുതൽ 1500 വരെ ആണികൾ ഉണ്ടായിരുന്നു. കൂടാതെ ഇരയുടെ കൈകൾ കെട്ടിയിടാൻ ഇരുമ്പ് സ്ട്രാപ്പുകളും ഘടിപ്പിച്ചിരുന്നു. പീഡനം കൂടുതൽ കഠിനമാക്കാൻ വേണ്ടി താഴെ തീയിട്ട് ചൂടാക്കുമായിരുന്നു. കുറ്റവാളികളെ കൊണ്ട് കുറ്റം ഏറ്റുപറയിക്കാൻ വേണ്ടി മറ്റു കുറ്റവാളികളെ അവരുടെ മുമ്പിൽ വെച്ച് ഈ കസേരയിൽ പീഡിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാൽ
അവർ തങ്ങളുടെ കുറ്റം ഭയന്ന് സമ്മതിക്കുമായിരുന്നു അവരുടെ വിശ്വാസം. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.